പ്രദേശത്താണ് എടവ പഞ്ചായത്തിലെ മേച്ചേരിക്കുന്ന് എന്ന പ്രദേശം. അതായത് ഗവൺമെന്റ് കോളേജിന് സമീപമാണോ അത്? ഗവൺമെന്റ് കോളേജിന്റെ പുറകുവശത്തായിട്ട് വരും. അവിടെയാണ് ആദ്യമായിട്ട് ആനയെ കണ്ടത്. അതിനുശേഷം പോലീസും ഫോറസ്റ്റൊക്കെ എത്തി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു 7-8 മണിയോടുകൂടി അത് ടൗണിലെ പ്രദേശത്തേക്ക് എടവ പഞ്ചായത്തിന്റെ പരിധി വിട്ട് ടൗണിന്റെ പ്രദേശത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇതുവരെ ഒരു അപകടമോ നാശനഷ്ടങ്ങളോ ഉണ്ടായതായിട്ട് അറിയില്ല. ഇങ്ങനെ ആന ഇറങ്ങിയ ഓർമ്മ ഇല്ലില്ല, എൻ്റെ ഓർമ്മയിലില്ല. ഇല്ലില്ല. നിങ്ങൾ എപ്പോഴും എങ്ങനെ അറിഞ്ഞത്? ആന അറിഞ്ഞിട്ട് വന്നാണ്? രാവിലെ എൻ്റെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞു. എവിടെ താമസം? എവിടെയാ? ഇവിടെ തന്നെ, ടൗണിൽ തന്നെ. ഓ, ആന കാണാൻ തന്നെ വന്നതാണ്? ആനനെ കാണുന്നൊരു ഇഷ്ടമാണ്, കാണലുണ്ട്, അതിനായിട്ട് വന്ന് നിൽക്കുന്നതാണ്. എവിടെ താമസിക്കുന്നത്? പടച്ചക്കുന്ന്. ആന അറിഞ്ഞിട്ട് വന്നാണ്? ആന അറിഞ്ഞിട്ട് വന്ന. ഇതിപ്പോ എന്താ ഇവിടുന്ന് ഇനിയിപ്പോൾ നമ്മൾ ഒണ്ടേങ്ങാടിക്ക് ഓടിക്കണമെങ്കിൽ ഏത് വഴിക്ക് ഓടിക്കാൻ പറ്റും? അത് ടൗണിൽ കൂടി തന്നെയാ പോകേണ്ടി വരുമോ? ടൗൺ മൊത്തം അടച്ചിടേണ്ടി വരില്ല തരാം. ഹൗസിന്റെ കുന്ന് മുറിച്ച് കടന്നാൽ ഒണ്ടേങ്ങാടിക്ക് എത്തും, അങ്ങനെ നേരത്തെ ആരും പറയണ്ടേ? അതിൻ്റെ അപ്പുറത്തൂടെ പോവാം, പക്ഷെ അതിന് ടാസ്ക്കാണ്. എല്ലാം ടാസ്ക്കാണ് വലിയ രീതിയിൽ. എങ്ങനെ ആന അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാണോ? അതെ അതെ. എവിടെ താമസിക്കുന്നത്? ഞാൻ ടൗണിൽ തന്നെ. ഇതിന് മുന്നേ മാനന്തവാടി ടൗണിൽ കാട്ടാൻ ഇറങ്ങിയ ഒരു സംഭവം ഓർമ്മയുണ്ട്. ഒരു 10-30 വർഷം മുന്നേ. 30 വർഷം മുന്നേ ഉണ്ടായിരുന്നു. അന്ന് ആനനെ വെടിവെച്ചു അല്ല എന്താ ചെയ്ത? തന്നാലെ പോയാ അത് 2 ആന വന്ന് തന്നാലെ ആന പോയി. അന്ന് പക്ഷെ ഇത്ര തിരക്കും ആളൊന്നും ഉണ്ടാവില്ലല്ലോ. തന്നാലെ പോയി. നമ്മളെ വയലാണ്, നമ്മളെ സ്ഥലമാണ്. ഇതിലെ കൂടിയാണ് ആന പോയത്. ഇതേ വയല്? ഈ വയലിൽ കൂടിയാണ് ആന ഈ കുന്ന് കയറിപ്പോയി. അന്ന് ഈ കുന്ന് കയറി ഒണ്ടേങ്ങാടി ഭാഗത്തേക്കാണ് പോയത്? അത് അറിയില്ല അതിനെപ്പറ്റി. അല്ല, എന്തായാലും നാശനഷ്ടമൊന്നും ഉണ്ടാക്കില്ല, അപകടമൊന്നും ഉണ്ടായില്ല? ഇല്ല. അതിപ്പോ എത്ര വർഷമായിട്ടുണ്ടാവും? 2019 അതിലും മുമ്പാണെന്നാണ് തോന്നുന്നത്. 30 കൊല്ലം മുന്നേ ഇവിടെ ഈ ടൗണിൽ ഇറങ്ങിയിട്ട് ഒരു ആനേനെ വെടിവെച്ച് കൊന്നിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഓരോ ഓർമ്മ. എന്തായാലും അടുത്ത കാലത്തൊന്നും ആന ഈ ടൗണിൽ ഇറങ്ങിയ കാര്യമൊന്നും ആർക്കും ഓർമ്മയില്ല. മാനന്തവാടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമാണ്. അല്പസമയം മുമ്പ് ഞാൻ ഇവിടുത്തെ ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ കരടി, ചൊവ്വാഴ്ച കടുവ, ബുധനാഴ്ച പുലി, വ്യാഴാഴ്ച ആന എന്നുള്ള സ്ഥിതിയിലാണ് മാനന്തവാടി. ഇപ്പോൾ വീടിൻ്റെ മുന്നിൽ കാട്ടാനനെ കാണുന്ന അവസ്ഥയാണോ? തീർച്ചയായിട്ടും. രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ ഭയാനകമായിട്ട് ഇറങ്ങി. ഞങ്ങൾ ടൗണിലാണ് താമസിക്കുന്നത്, എല്ലാ ഭയപ്പാടിലാണ് ഉള്ളത്. എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികൾ ഇത് മഴക്കൂടി. കുറച്ച് മുന്നേ ഈ ഡോക്ടേഴ്സ് കോളനി എന്നൊക്കെ പറയുന്ന ടൗണിലുള്ള വീടുകളാണ്, അവിടെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്? തീർച്ചയായിട്ടും. നഗരത്തിലായിരുന്നു. ഒന്ന് ട്രഷറിൻ്റെ അടുത്തായിരുന്നു, പോലീസ് സ്റ്റേഷൻ, കോടതി, എല്ലാ സ്ഥാപനങ്ങളും അടുത്തടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് വന്നത്. അപ്പോൾ എല്ലാവരും ഭയപ്പാടിലുള്ളത്. അപ്പം എത്രയും പെട്ടെന്ന് ഇതിനെ പിടിക്കാമെന്നുള്ളൊരു സംവിധാനം വേണ്ടപ്പെട്ട അധികാരികൾ ചെയ്യുക. എത്രയും പെട്ടെന്ന് ആനയെ പിടികൂടണമെന്നാണ് പറയുന്നത്. നിങ്ങൾ എവിടെ നിന്ന് വന്നത്? നമ്മൾ പാലമുക്ക്. അവിടെയല്ലേ ആന രാവിലെ വന്നത്? രാവിലെ മേഖലയിലായിരുന്നു. അപ്പോൾ ആനൻ്റെ പുറകെ പോകുന്ന കുറച്ച് നേരമായി എൻ്റെ പുറകെ നടക്കുന്നത്. പിന്നെ ഇപ്പോൾ തീർച്ചയായും ജനവാസ മേഖലയിലായതുകൊണ്ട് ഉള്ളൊരു ഈ പാലമുക്കിലൊക്കെ നമ്മൾ ആനേനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഈ രാവിലെ കണ്ട ആൾക്കാരൊക്കെ നാട്ടാനയാന്നായിരിക്കും തീർച്ചയായിട്ടും. അത് നാട്ടാനയാന്നുള്ള കണ്ടീഷനിലായിരുന്നു എല്ലാവരും ഇത്. പിന്നെയാണ് മനസ്സിലായത് ഇങ്ങനെ പുറത്തുള്ള ഇതാണ്. പാലമുക്കൊക്കെ എന്നൊക്കെ പറയുന്നത് വനത്തിൻ്റെ അതിർത്തിയൊന്നുമല്ല, വളരെ പൂർണ്ണമായും ജനങ്ങളുടെ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. നിങ്ങൾ എവിടെ നിന്ന് വന്നത്? ഇവിടെ താഴെ പാണ്ടിക്കടവിലൊക്കെ ഇതിന് മുന്നേ ആന വന്നിട്ടുണ്ടോ? ഇല്ല, ഇതിനു മുന്നില്ല, ഫസ്റ്റ് ടൈമാണ് വരുന്നത്. വീടിൻ്റെ മുറ്റത്തൂടെയൊക്കെ പോകുന്നുണ്ടായല്ലോ അല്ലേ? KSRTC KSRTC അതിലും മറ്റേ പുഴേൻ്റെ സൈഡിൽ കൂടെ കയറി വരുന്നുണ്ട്. രാവിലെ കളിക്കാൻ പോകുന്നവർ കണ്ടത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് ഒട്ടും പ്രതീക്ഷിക്കാതെ രാവിലെ വീട്ടുമുറ്റത്തു കൂടിയൊക്കെ കാട്ടാന കടന്നു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഒരു മുനിസിപ്പാലിറ്റിയിൽ, ഒരു നഗരപരിധിയിലാണ് ഈ സംഭവം എന്ന് ആലോചിക്കണം. ഒട്ടും പ്രതീക്ഷിക്കാതെ, എന്തോ ഭാഗ്യത്തിനാണ് അപകടങ്ങൾ ഉണ്ടാകാതിരുന്നത്. ആനയും അത്തരത്തിലൊരു അക്രമ സ്വഭാവം കാണിച്ചിരുന്നില്ല. രാവിലെ പാലുമായി പോയ ക്ഷീരകർഷകരുടെയൊക്കെ മുന്നിലൂടെയാണ് ആന പോയത്. എന്തായാലും ഇപ്പോഴും നഗരമധ്യത്തിൽ തന്നെയാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്.